മീൻ പൊരിക്കാനൊക്കെ എല്ലാവർക്കും അറിയാമെങ്കിലും സാധാരണ നമ്മൾ മസാല ചേർത്ത് പൊരിക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് ഈ ഒരു മീൻ ഫ്രൈ തയ്യാറാക്കിയെടുക്കുന്നത്. ഇതുപോലെ ചെറിയൊരു മാറ്റം നിങ്ങൾ മസാലയിൽ വരുത്തി നോക്കും, നല്ല രുചിയോടെ കഴിക്കാൻ പറ്റും. ഇപ്പൊ ഞാനിവിടെ അയിലയാണ് എടുത്തതെങ്കിലും നിങ്ങൾക്ക് ഏത് ഫിഷ് ഉപയോഗിച്ചിട്ടും ഇതേപോലെ മസാല തയ്യാറാക്കിയിട്ട് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പൊ നമുക്കിത് കണ്ടു നോക്കാം. ഇതിനു വേണ്ടി ഞാനിവിടെ 4 അയിലമീൻ ഇതുപോലെ വരെ ഇട്ടെടുത്തിട്ടുണ്ട്. ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്, അതുകൊണ്ട് 2 ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. സാധാരണ മുളക് പൊടിയാണെങ്കിൽ അതിനനുസരിച്ചിട്ട് കുറക്കട്ടോ, അല്ലെങ്കിൽ എരിവ് കൂടും. ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ചേർത്ത് കൊടുക്കുന്നത് കുരുമുളക് പൊടിയാണ്, അത് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഇവിടെ ഒരു 5-6 ചെറിയുള്ളിയും ഒരു 6-7 വെളുത്തുള്ളിയും പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ ഇതുപോലൊന്ന് ചതച്ചെടുത്തതാണ്. പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കരുത്, ഇതുപോലൊന്ന് ചതച്ചെടുത്താൽ മതിയാവും. ഇനി 1 ടേബിൾ സ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കാം. വിനാഗിരി അതല്ലെങ്കിൽ നാരങ്ങനീര്, ഇതിലേതെങ്കിലും ഒരെണ്ണം ചേർത്ത് കൊടുത്താൽ മതി. ഇനി നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു മസാലകളൊക്കെ നന്നായിട്ട് യോജിക്കുന്ന രീതിയിൽ ഒന്ന് മിക്സ് ആക്കി എടുക്കാം. ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് തേങ്ങ ചിരവിയതാണ്. ഒരു 4 ടേബിൾ സ്പൂൺ തേങ്ങ ചിരവിയത് മിക്സിയുടെ ചെറിയ ജാറിലിട്ടൊന്ന് ഒതുക്കി എടുത്തിട്ടുണ്ട്. ഒരുപാട് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കരുത്, ഇതുപോലൊന്ന് ചതച്ചെടുക്കണം. തേങ്ങ ചിരവിയത് നേരിട്ട് ചേർത്ത് കൊടുക്കാനും പാടില്ല കേട്ടോ, അപ്പോൾ അത് കഴിക്കുമ്പോൾ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. തേങ്ങ ഇങ്ങനെ കടിക്കുമ്പോൾ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. ഇതുപോലൊന്ന് ചതച്ചെടുത്തിട്ട് ഒരു മസാലയിലിട്ട് മിക്സ് ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ചതച്ചെടുത്ത തേങ്ങ കൂടെ മസാലയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ കുറച്ച് ഉപ്പ് കുറവായിരുന്നു, അപ്പോൾ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു മസാല മീനിലേക്ക് തേച്ച് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് ഈ വിരകളിലൊക്കെ ആവുന്ന രീതിയിൽ നല്ല പോലെ ഒന്ന് തേച്ച് പിടിപ്പിച്ചു കൊടുക്കുക. മീനിന്റെ 2 വശത്തും മീനിന്റെ ഉൾഭാഗത്തും തലയിലൊക്കെ നല്ല പോലെ മസാല വേണം കേട്ടോ. ഇനി നമുക്ക് സമയം ഉണ്ടെങ്കിൽ ഒരു അരമണിക്കൂർ ഒന്ന് മാറ്റി വെക്കാം, അപ്പോഴാണ് ഈ ഒരു മസാലയൊക്കെ നന്നായിട്ട് പിടിച്ച് കിട്ടുക. ഇനി സമയം ഇല്ലെങ്കിലും ഒരു 10 മിനിറ്റെങ്കിലും ഒന്ന് മാറ്റി വെക്കുക കേട്ടോ. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് മീൻ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു ഭാഗം നന്നായിട്ടൊന്ന് മൊരിഞ്ഞു വന്നപ്പോൾ ഞാനിവിടെ തിരിച്ചിട്ട് കൊടുക്കുകയാണ്. ഞാനിവിടെ 2 വശവും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ അയിലമീൻ വറുത്തത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഒരു തവണ ഇതുപോലെ തയ്യാറാക്കി നോക്കണം, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യണം. ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. ഇനിയും ഇതുപോലുള്ള ഈസി ആൻഡ് സിമ്പിൾ റെസിപ്പീസ് ഒക്കെ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്